ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ യൂണിറ്റ് 2-ലായിരിക്കുന്നത് ഓട്ടോ കറക്റ്റ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾ, ഡോക്യുമെൻറ്റ് ഡിക്ഷണറി. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓട്ടോ ടെക്സ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഓട്ടോ കറക്റ്റും സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂളും ഡോക്യുമെൻറ്റ് ഡിക്ഷണറിയും. ഓക്കെ, സോ എന്ത് ഈ ഓട്ടോ കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. സോ നമുക്ക് കാണാം, ഞാനിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തു HTE. ഞാൻ THE ടൈപ്പ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞാൻ ടൈപ്പ് ചെയ്യുമ്പം സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ HT എന്നായിപ്പോയതാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് കാണാം ആ HT മാറി THE ആയി. റൈറ്റ്, HT ഓട്ടോമാറ്റിക്കലി മാറി THE ആയി. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. HT എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അത് THE എന്ന് പറയുന്ന വേർഡാക്കിയിട്ട് മാറ്റണം എന്ന് ഞാൻ ഓട്ടോ കറക്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഓട്ടോമാറ്റിക്കലി കുറേ ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. എന്തൊക്കെ ടെക്സ്റ്റ് എന്തൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓൾറെഡി കുറേ വേർഡ്സ് അവൈലബിൾ ഉണ്ട്. ഒന്നുകിൽ എനിക്ക് അതിൻ്റെ മുകളിൽ കൂടുതൽ ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അതും പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളത് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. സോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ടൂൾസ് എടുത്തിട്ട് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ഈ ഒരു ഇത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കാണാം, ഇത് ഇംഗ്ലീഷ് USA സെലക്ട് ചെയ്യാൻ കഴിയുന്നത് ശ്രമിക്കുക. ബാക്കി ഞാനിപ്പം ഇംഗ്ലീഷ് ഇന്ത്യയാണ് സെലക്ട് ചെയ്തെങ്കിൽ ആ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നുണ്ടായിരുന്നില്ല. കണ്ടോളൂ. ഓക്കെ, ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത പുതിയൊരു റീപ്ലേസ്മെൻ്റ് ആണ്. അല്ലാതെ ഓൾറെഡി ഉള്ള കുറേ ഡിഫോൾട്ട് റീപ്ലേസ്മെൻറ്റ്സും അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് USA ആക്കിയിട്ട് മാറ്റിയേരം അതിൻ്റെ അകത്ത് ഓൾറെഡി കുറേ റീപ്ലേസ്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, താഴോട്ട് വന്നാൽ ഇവിടെ കാണാം, ഇതാ ഇങ്ങനെ പല റീപ്ലേസ്മെൻറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. HAPENS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ HAPPENS ആക്കി മാറ്റണം എന്നുള്ള റീപ്ലേസ്മെൻറ്റ് കണ്ടോ. അങ്ങനെയുള്ള, അതായത് നമ്മൾ സ്പെല്ലിങ് നമ്മൾ ഫാസ്റ്റിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റി ടൈപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അന്നേരം നമുക്ക് ഓട്ടോ കറക്റ്റ് വഴി ഇങ്ങനെ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ഡോക്യുമെൻ്റ് എഡിറ്റിംഗ് നടത്താം. ഓക്കെ, സോ അതാണെന്ന്. സോ വേറെയും കുറേ ഇപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നത് കുറച്ചും കൂടി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ ഹാപ്പൻസ് അല്ലേ, HAPENS എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി അത് മാറി HAPPENS എന്നായില്ലേ. അങ്ങനെ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസിൽ നമുക്ക് കുറച്ചും കൂടി നോക്കാം വേറെ എന്തൊക്കെയാണ്. നിങ്ങളൊന്ന് ഇപ്പോൾ KONWN അത് KNOWN ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ മിക്കവാറും സ്പെല്ലിംഗ് കറക്ഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലുക്കിങ്ങിൻ്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ട് LOOKIGN എന്നുള്ളത് LOOKING ആക്കിയിട്ട് മാറ്റും. അതാണ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ലേ. മെയിൻ്റനൻസിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ മിക്കവാറും തെറ്റുന്നതാണ്. നോക്ക്, TENENCE മാറ്റിയിട്ട് TENANCE ആക്കും. ഓക്കെ, കുറച്ചും കൂടി. സോ ലൈബ്രറീൻ്റെ സ്പെല്ലിംഗ് ഇവിടെ കാണാം. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ ഞാൻ ലൈബ്രറി കണ്ടോ, ഇത് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടോ. ഇത് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇത് സാധിക്കും. അത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫോമാറ്റിങ്ങിൽ ഇവിടെ ഒരു ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് വൈൽ ടൈപ്പിംഗ് കൊടുത്താലേ ഇത് സംഭവിക്കുള്ളൂ. ഓക്കെ, വൈൽ ടൈപ്പിംഗ് കൊടുക്കണം. വൈൽ ടൈപ്പിംഗ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം ക്ലിക്ക് ചെയ്തിട്ടില്ല, ഇപ്പോൾ അത് ഡിസേബിൾഡ് ആണ്. ഇനി ഞാൻ ലൈബ്രറീൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോ കറക്റ്റായിട്ട് വരില്ല. അതിങ്ങനെ സ്പെല്ലിംഗ് കറക്ഷന് വേണ്ടിയിട്ട് അതിങ്ങനെ നമുക്ക് കാണിക്കും. ഈ ഒരു റെഡിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നുണ്ടോ, വേവ്സ് ആയിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നത്
അത് സ്പെല്ലിംഗ് തെറ്റാണെന്ന് നമ്മളെ കാണിക്കുകയാണ്. അത് സ്പെൽ ചെക്കിംഗ് ഓൺ ആണെങ്കിൽ മാത്രമേ അത് അങ്ങനെ നടക്കുകയുള്ളൂ. അത് ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ലൈബ്രറീൻ്റെ സ്പെല്ലിംഗ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് തന്നിട്ടില്ല എനിക്കിവിടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോമാറ്റിൽ ഈ ഒരു ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വൈൽ ടൈപ്പിംഗ് കൊടുത്തില്ല. വൈൽ ടൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അതെനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ആലോചിക്കണം. ഈ ഫോമാറ്റിലുള്ള ഓട്ടോ കറക്റ്റ് വൈൽ ടൈപ്പിംഗ് അത് എനേബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുകൂടാതെ ടൂൾസിൽ പോയിട്ട് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എടുത്തിട്ട് അത് ഇത് ഇംഗ്ലീഷ് USA ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, ഇംഗ്ലീഷ് USA. ഇനി ഇംഗ്ലീഷ് UK ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോക്കിക്കോളൂ, ഇംഗ്ലീഷ് UK എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ്. നമ്മുടെ ലിബർ ഓഫീസ് റൈറ്റർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലാംഗ്വേജസ് ആണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓട്ടോ കറക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ. സോ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. എന്നിട്ട് ഞാനൊരു സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഒരു പുതിയ സെൻറ്റൻസ് ആണല്ലോ. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകണേ. ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം സാധാരണ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് പോകുന്നതാണെന്ന് വിചാരിച്ചുള്ളൂ. അന്നേരം ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തില്ല. ഇങ്ങനെ ഞാൻ TH ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് തന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടി ചെയ്യട്ടെ. കണ്ടോ, TH ഇവിടെ ഞാൻ T ക്യാപിറ്റൽ കൊടുത്തില്ലെങ്കിൽ പോലും അതെനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു. T ക്യാപിറ്റലാക്കിയിട്ട് മാറ്റി തന്നു. അത് ഈ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസിൽ അത് അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഇത് കാണാം, ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് എവറി സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾഡ് ആണ്. ഇവിടെ ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് എവറി സെൻറ്റൻസ്, അതൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉള്ള സെറ്റിങ്സ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ വീണ്ടും ഇത് കണ്ടോ, ഈ ലൈഫ് എന്ന് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നുണ്ടോ, ഹൈഫൺ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നതും അതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇവിടെ ലൈഫ് എന്ന് പറയുന്നൊരു വേർഡിന് റീപ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. കണ്ടോ, ലൈഫ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഇവിടെ ഒരു ഹൈഫണാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫായിട്ട് തന്നെ എടുക്കും, ഹൈഫണായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരില്ല. ഓക്കെ, അത് ഞാൻ അറിയാതെ ആയിപ്പോയതാണ്. നേരത്തെ ലൈഫ് ഞാനതിങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുമ്പം ഹൈഫണായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അറിയാണ്ടായിപ്പോയതാണ്. ഇനി ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. എന്നിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. കണ്ടോ, ഞാൻ സ്മോളാ കൊടുത്തെങ്കിൽ പോലും അത് ക്യാപിറ്റലാക്കിയിട്ട് മാറ്റുന്നുണ്ടോ. വീണ്ടും ചെയ്യാം. കണ്ടോ, ക്യാപിറ്റലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുകയാണത്. ബിക്കോസ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ചെയ്ത് തരും. ഇനി ഞാൻ കാണിക്കട്ടെ. ചില സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ക്യാപ്സ് ലോക്ക് കീ ഒക്കെ അഥവാ പ്രസ് ചെയ്ത് പോയാലോ, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് കീ നമ്മൾ മിക്കവാറും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രസ് ചെയ്യല്ലോ. ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്താലോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വരിക. അങ്ങനെ നമ്മൾ അറിയാണ്ടൊക്കെ പ്രസ് ചെയ്ത് പോയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇങ്ങനെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തത്. LI സ്മോളും FE ക്യാപിറ്റലും. ശരിക്കും LIFE മുഴുവനായിട്ടും സ്മോൾ ലെറ്ററാണ് കാണേണ്ടത്. ഇതിപ്പം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു റെഡ് വേവി അണ്ടർലൈൻ കാണിച്ചിരിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ്. പക്ഷേ എനിക്കിത് ഓട്ടോ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വേർഡിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് കറക്റ്റു എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. ഓൾവേസ് കറക്റ്റു, അതായത് ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പക്ഷേ എനിക്കത് കറക്റ്റ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ അഥവാ ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. സോ ഇവിടെ ഏതിലേക്ക് കറക്റ്റ് ചെയ്ത് തരണമെന്ന് ഇവിടെ ചോദിക്കുന്നു. ലൈഫ് എന്ന് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് LI സ്മോളും FE ക്യാപിറ്റലായിട്ട് ടൈപ്പ് ചെയ്താൽ
അത് അതിൻ്റെ സജഷൻസും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിൽ LIFEയിലോട്ട് റീപ്ലേസ് ചെയ്യാൻ, ഈ ഒരു സ്മോൾ ലെറ്റർ മുഴുവനായിട്ട് സ്മോൾ ലെറ്റേഴ്സ് ഉള്ള LIFEയിലോട്ട് റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ അങ്ങനെ LIFE ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ചെയ്തിട്ട് LIFE ഫുൾ സ്മോളായിട്ട് തരും. ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നോക്കിക്കോട്ടെ. കണ്ടോ, ഇങ്ങനെ കണ്ടോ, അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് തന്നു. അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ LIFEക്ക് പുതിയൊരു റീപ്ലേസ്മെൻറ്റ് ഇവിടെ വന്നത് കണ്ടോ. ഞാൻ ആഡ് ചെയ്തത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു, ഈ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഞാൻ അവിടുന്ന് ആഡ് ടു ഓൾവേസ് കറക്റ്റ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഓപ്ഷൻ കൊടുത്തല്ലോ. അത് കാരണം ഈ ഒരു ലിസ്റ്റിലോട്ട്, റീപ്ലേസ് വിത്ത് ലിസ്റ്റിലോട്ട് ഇത് ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. വേറൊരു ഇപ്പോൾ NESS ക്യാപിറ്റലും സ്മോൾ ടിയും ഇങ്ങനെ കൊടുത്തു വെച്ചു. ഇത് സ്പെല്ലിംഗ് എറർ പോലെയാണ് ഇത് കാണിക്കുക. റെഡ് വേവി അണ്ടർലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. സ്പെല്ലിംഗ് എററാണെന്ന് അതിൻ്റെ അർത്ഥം. അത് എനിക്കത് സ്പെല്ലിംഗ് ചെക്ക്, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല എന്ന് എനിക്ക് കാണിക്കണം. അത് അങ്ങനെ അഥവാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ തന്നെ അത് ഓട്ടോ കറക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, എന്നിട്ട് ഓൾവേസ് കറക്റ്റ് ടു. കണ്ടോ, സജഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഏതാ ബെസ്റ്റ് സജഷൻ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഏത് വേർഡ് ടൈപ്പ് ചെയ്യുമ്പോഴാണ് വരുത്താൻ സാധ്യത എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണല്ലോ, അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇനി നിങ്ങൾക്ക് കാണാം, ഞാൻ ടൂൾസിൽ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസിൽ പോയാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സെർച്ചിങ് കൊടുക്കാം. എനിക്ക് നെക്സ്റ്റ് റൈറ്റ് ഇങ്ങനെ സെർച്ചിങ് കൊടുത്താൽ ഈ ഒരു നെക്സ്റ്റ് അല്ല, ഇതല്ലേ ഈ നെക്സ്റ്റ് അല്ലേ, റൈറ്റ്. NEST കണ്ടോ, ഈ ഒരു ഇതല്ലേ, അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് തരുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ എപ്പോഴും നെക്സ്റ്റ് ഇങ്ങനെ ഞാൻ ഈ ഒരു രീതി കൊടുത്താൽ അതിനെ ഓട്ടോ കറക്റ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് മാറ്റും. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് സ്പെൽ ചെക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. സോ ഇവിടെ നമ്മുടെ സിലബസിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾ ലിബ്രിയോഫീസ് റൈറ്ററിൽ അതെന്താണെന്നാണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ടൂൾസിൽ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിങ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു റൈറ്റ് ടിക്ക് കാണുന്നുണ്ടല്ലോ, അത് ഞാൻ അഥവാ അതെനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്പെൽ ചെക്കിങ് വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്പെൽ ചെക്കിങ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് അത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. ഓക്കെ, ഞാൻ അതിന് ക്ലിക്ക് ചെയ്താൽ ഡിസേബിൾ ആവും. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആയി. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അത് ടിക്ക് ചെയ്തിട്ടില്ല. സോ ഡിസേബിൾഡ് ആണ്. ഇനി എന്ത് ചെയ്യണം, ഇപ്പം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായാലും നമുക്ക് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ എനേബിൾഡ് ആയതുകൊണ്ട് നമ്മൾ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് അത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആക്കിയിട്ട് മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓട്ടോ കറക്റ്റിൻ്റെ ഫീച്ചറാണത്. ഇനി നോക്കിക്കോളൂ, ലൈഫ് ഓട്ടോമാറ്റിക്കലി L ക്യാപിറ്റൽ ആക്കിയിട്ട് മാറ്റിയല്ലോ. ഞാനിവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് BEAUTIFUL എന്നാണ് കറക്റ്റ് സ്പെല്ലിങ് അല്ലേ, ഇതാണ് കറക്റ്റ് സ്പെല്ലിങ്. പക്ഷേ അത് ഞാൻ തെറ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, BUTIFUL. ഒരു എററും കാണിക്കുന്നില്ല, സ്പെല്ലിംഗ് എററും കാണിക്കുന്നില്ല. സോ എനിക്കത് എറർ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അത് ടൈപ്പ് ചെയ്ത് ഉടനെ തന്നെ ആ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് ഉടനെ തന്നെ അത് സ്പെല്ലിംഗ് എററായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ടൂൾസിൽ പോയിട്ട് ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിങ് എനേബിൾ ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഈ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ സ്പെൽ ചെക്കിങ് എറേഴ്സും ഇങ്ങനെ വേവി അണ്ടർലൈൻ, അതായത് റെഡ് വേവി അണ്ടർലൈൻ ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, വേണമെങ്കിൽ കുറച്ചും കൂടി സെൻറ്റൻസ് ആഡ് ചെയ്യാം. ദിസ് ഈസ് നോട്ട് സീരിയസ്. സീരിയസിൻ്റെ സ്പെല്ലിങ് SERIOUS എന്നാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ അത് എററാണെന്ന് കാണിച്ചു തരുന്നു. ഇനി നിങ്ങൾക്ക് ഇത് നോക്കാം. ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ കറക്റ്റ് വേർഡ് സജഷനും കാണിച്ചു തരും നമുക്ക് ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. സോ ബ്യൂട്ടിഫുൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതിൻ്റെ മുകളിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം ഏത് വേർഡാണോ ഉദ്ദേശിച്ചത് അത് അവിടെ കാണിച്ചു തരും. ബ്യൂട്ടിഫുൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. സീരിയസിൻ്റെ മുകളിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഏത് സീരീസ് ആണോ സീരീസ് ആണോ സെറസ് ആണോ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ഇതൊക്കെ ഡിക്ഷണറിയിൽ നിന്നാണ് ഈ സജഷൻസ് ഒക്കെ വരുന്നത്. ഡിക്ഷണറിയിലുള്ള കറക്റ്റ് വേർഡ്സാണ് ഇതൊക്കെ ഡിക്ഷണറിയിലുള്ള വേർഡ്സാണ്. ഈ ഡിക്ഷണറിയൊക്കെ ഈ ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ കൂടെ തന്നെ എനേബിൾഡ് ആണ്, ഇൻസ്റ്റാൾഡ് ആണ്. സോ ആ ഡിക്ഷണറിയിലുള്ള ഈ ഒരു ഏകദേശം ഈ ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇങ്ങനെ വരാൻ സാധ്യതയുള്ള വേർഡ്സ് നിങ്ങൾ ഏതാണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ സെലക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ. സോ ദിസ് ഈസ് അബൌട്ട് സ്പെൽ ചെക്കിങ് കറക്ഷൻസ്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഇത് ഞാൻ വീണ്ടും ഡിസേബിൾ ചെയ്യാണ്. അന്നേരം പിന്നെ നമ്മൾ എറേഴ്സ് ഒന്നും കാണിക്കില്ല എന്ന് പറഞ്ഞു ഇനി തൊട്ടിട്ട്. അതെ, ഞാനിനി ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ എഴുതി ദിസ് ഇസ് എനേബിൾഡ് ബൈ റൈറ്റ്. അത് എനേബിൾഡിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ്. ENABLED അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഇത് തെറ്റായ സ്പെല്ലിംഗാണ്, പക്ഷേ ഒരു എററും കാണിച്ചില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് ഇത് നമ്മൾ ഫുൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടൂൾസിൽ പോയിട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്താൽ ഇത് കാണിച്ചു തരും ഏതൊക്കെയാണ് സ്പെല്ലിംഗ് എറേഴ്സ്. ഇപ്പോൾ ENBLED എററാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ടോ. എന്നിട്ട് സജഷൻസ് ഡിക്ഷണറിയിൽ നിന്നുള്ള സജഷൻസും കാണിച്ചു തരും. സോ ഡിക്ഷണറിയിലെ സജഷൻസ് ഞാൻ ഇത് വെച്ച് കറക്റ്റ് ചെയ്തു. സോ എൻ്റെ ആ സ്പെല്ലിംഗ് എറർ അവിടെ കറക്റ്റ് ചെയ്ത് തന്നു. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതായത് ഇങ്ങനെ റെഡ് വേവി അണ്ടർലൈൻ ആയിട്ട് കാണിക്കണ്ട, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി. പാരഗ്രാഫൊക്കെ ഫുൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. ടൂൾസ് പോയിട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ അത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇതും അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഇത് കേട്ടോ. ഈ പെർട്ടിക്കുലർ ഐക്കൺ അല്ലെങ്കിൽ ബട്ടൺ സെയിം ആണ് കേട്ടോ. ഇപ്പം കണ്ടിന്യൂ ചെക്കിങ് അറ്റ് ബിഗിനിങ് ഓഫ് ഡോക്യുമെൻ്റ് എന്ന് ചോദിക്കുമ്പോൾ യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. സോ ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഒരു എററും ഇല്ല, അതുകൊണ്ട് എററൊന്നും കാണിച്ചില്ല. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം. സോ ഇങ്ങനെ ഞാൻ കൊടുത്തു. ഇനി ഇവിടെ ഒരു എററും കാണിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഈ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്. സോ എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഞാൻ ഇത് ഒന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടൂൾസിൽ പോയിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. സോ ഞാനിത് ക്ലിക്ക് ചെയ്യട്ടെ. കാരണം കൺവീനിയൻ്റ് സ്പെല്ലിംഗ് തെറ്റാണെന്ന് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. കൺവീനിയൻ്റ് ഏതാണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കറക്റ്റ് സ്പെല്ലിങ്സ് ആണ്. കോൺവെൻറ്റ് ആയാലും കൺവീനിയൻ്റ് ആയാലും കൺവെക്ഷൻ ആയാലും കോൺവേർജൻ്റ് ആയാലും കൺവേഴ്സൻ്റ് ആയാലും ഇതൊക്കെ കൺഫൈൻഡ് ആയാലും ഒക്കെ കറക്റ്റ് സ്പെല്ലിങ്. ഇതൊക്കെ ഡിക്ഷണറിയിൽ നിന്ന് സജഷൻസ് കാണിച്ചു തരാണ് ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ച ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്നിട്ട് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് എന്ന് പറയുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെയും സ്പെൽ ചെക്കിങ് ഊൺ എന്നായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഇത് ഓൺ എന്നുള്ളിടത്താണ് ഊൺ എന്ന് കൊടുത്തിട്ടുള്ളത്. സോ അതും കറക്റ്റ് ചെയ്യണം എനിക്ക്. സോ ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ അത് സജഷൻ കൊടുക്കാം. ഈ ON ആണ് ഉദ്ദേശിച്ചത്, കറക്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 1 by 1 ആയിട്ട് കറക്റ്റ് ചെയ്യാം. സോ ഇത് സ്പെൽ ചെക്കിംഗ് ഓൺ അല്ലാത്ത സാഹചര്യത്തിലാണ്. സ്പെൽ ചെക്കിംഗ് ഓൺ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിംഗ് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിംഗ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ സ്പെല്ലിംഗ് എറേഴ്സ് ടൈപ്പ് ചെയ്യുമ്പം അത് അന്നേരം തന്നെ റെഡ് വേവി അണ്ടർലൈൻ ആയിട്ട് കാണിക്കും. ഓക്കെ, സോ ഞാനൊന്ന് ടൈപ്പ് ചെയ്തോട്ടെ.
കണ്ടോ, LUK ലക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, LUCK ആണ്. സോ അത് വേവി റെഡ് വേവി അണ്ടർലൈൻഡ് ആയിട്ട് കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അന്നേരം സജഷൻസ് കാണിക്കുന്നുണ്ട്. ഏതാണ് ഉദ്ദേശിച്ചത് അത് ഞാൻ ടൈപ്പ് കൊടുക്കും. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിങ്. ഇനി ഗ്രാമർ ചെക്കിങ് ഇതിൻ്റെ അകത്ത് എനേബിൾഡ് ആണ്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഫുള്ളായിട്ടൊന്നും ഗ്രാമർ ചെക്കിങ് കാണുന്നില്ല. ഞാനിപ്പം നോക്കട്ടെ. ഓക്കെ. സോ നെക്സ്റ്റ് കാണിക്കുന്നത് ഗ്രാമർ എറേഴ്സ് ആണ്. സോ ഇവിടെ ഞാൻ ആൻ ആപ്പിൾ എന്ന് കൊടുക്കുന്ന പോലെ ആപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് തെറ്റാണല്ലോ. സോ അവിടെ വേവി ആയിട്ട് ബ്ലൂ വേവി അണ്ടർലൈൻ ആയിട്ട് കാണിച്ചത് ഗ്രാമർ എറേഴ്സ് ആണ്. അതുപോലെ തന്നെ ചെറിയ പങ്ക്ച്വേഷൻ മിസ്റ്റേക്സ് ഒക്കെ എറേഴ്സ് ആയിട്ട് കാണിക്കും. അപ്പോൾ പങ്ക്ച്വേഷൻ ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ ഒരു പങ്ക്ച്വേഷൻ മിസ്റ്റേക്ക് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം എററല്ല. ഓക്കെ. ഷുഡ് ബി ഷോൺ ആസ് എറർ, പക്ഷെ അതിപ്പം കാണിക്കണില്ല. ദിസ് ഇസ് എ ആപ്പിൾ എറർ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് ഇവിടെ ഇങ്ങനെ വേവി അണ്ടർലൈൻ ബ്ലൂ വേവി അണ്ടർലൈൻ ആയിട്ട് കാണിച്ചത് അതുകൊണ്ടാണ്. പിന്നെ ചെറിയ പങ്ക്ച്വേഷൻ മിസ്റ്റേക്സ് ഒക്കെ കാണിക്കേണ്ടതാണ്. ഇവിടെ ഇതൊരു പങ്ക്ച്വേഷൻ മിസ്റ്റേക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സ്പേസിന് ശേഷം ഡോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു. സ്പേസിന് ശേഷം അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുമ്പം സ്പേസ് കൊടുത്തിട്ടല്ല ഫുൾ സ്റ്റോപ്പ് ഇടുക, സ്പേസ് കൊടുക്കാതെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. ജസ്റ്റ് ലാസ്റ്റ് വേർഡിന് തൊട്ട് ശേഷം തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടണം. അങ്ങനെയാണ് ഗ്രമാറ്റിക്കലി കറക്റ്റ്. ഇത് പങ്ക്ച്വേഷൻ്റെ ഒരു റൂളാണ്. അതും ഗ്രാമറിൽ തന്നെയാണ് പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നോക്കിക്കോളുണ്ടോ, ഇപ്പോൾ അതൊരു ബ്ലൂ ഇതായിട്ട് ഇപ്പം കാണിക്കണില്ല, നേരത്തെ കാണിച്ചല്ലോ. കണ്ടോ, ഇപ്പം കാണിക്കുന്നുണ്ട് ബ്ലൂ അണ്ടർലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കണില്ല. ഇപ്പം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എറേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പങ്ക്ച്വേഷൻ കണ്ടോ, ഇവിടെയൊക്കെ ബ്ലൂ. ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ് കേട്ടോ. സ്പേസ് ഇവിടെ കൊടുക്കരുത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പങ്ക്ച്വേഷൻ മിസ്റ്റേക്സും ഇങ്ങനെയുള്ള മിസ്റ്റേക്സൊക്കെ ഈ പറഞ്ഞ പോലെ ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സൊക്കെ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. ദാറ്റ്സ് അബൌട്ട് ഗ്രാമർ ചെക്കിങ്. ഓക്കെ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡോക്യുമെൻറ്റ് ഡിക്ഷണറിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ഡിക്ഷണറി എന്നൊരു ടോപ്പിക്ക് കാണുന്നുണ്ട്. ഈ ഡോക്യുമെൻറ്റ് ഡിക്ഷണറി നമുക്കുണ്ടല്ലോ, നമ്മുടെ ഡോക്യുമെൻറ്റിന് കുറേ ഡിക്ഷണറീസ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ടൂൾസ് പോയിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് നമ്മൾ ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ അകത്ത് ലാംഗ്വേജ് സെറ്റിങ്സിൻ്റെ അകത്ത് റൈറ്റിംഗ് എയ്ഡ്സ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രാമർ ചെക്കറും സ്പെൽ ചെക്കർ ഇതൊക്കെ എനേബിൾഡ് ആയിട്ട് കാണാം. ഇത് കാരണമാണ് നമുക്ക് ആ സ്പെൽ ചെക്കിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ. ഈ സ്പെൽ ചെക്കർ ഉപയോഗിച്ചിട്ടാണ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നത്. ഈ സ്പെൽ ചെക്കിംഗ് ചെയ്യുന്നത് ആക്ച്വലി ഡിക്ഷണറീസ് വെച്ചിട്ടാണ്. സ്പെൽ ചെക്കിംഗ് ചെയ്തിട്ട് നമുക്ക് സജഷൻസ് കാണിക്കുന്നത് അത് ഡിക്ഷണറീസ് വെച്ചിട്ടാണ്. സോ അതിൻ്റെ ലാംഗ്വേജ് ഡിക്ഷണറീസ് നമുക്കിവിടെ കാണാം. അങ്ങനെ ബേസിക്കായിട്ട് ഡിക്ഷണറീസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ഇവിടെ ലിബർ ഓഫീസ് റൈറ്ററിൽ ഡീഫോൾട്ടായിട്ട് ഡിക്ഷണറീസ് ഉണ്ട്. അത് ലാംഗ്വേജിൻ്റെ അകത്ത് നമുക്ക് കാണുന്നില്ല, പക്ഷേ ഡിക്ഷണറീസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ലിബർ ഓഫീസ് റൈറ്ററിൽ ഞാൻ പറഞ്ഞു ലാംഗ്വേജ് സെറ്റിങ്സിൻ്റെ അകത്ത് റൈറ്റിംഗ് എയ്ഡ്സിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. യൂസർ ഡിഫൈൻഡ് ഡിക്ഷണറീസ് ആണ്. അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്ത് ഏത് ലാംഗ്വേജ് ആണോ അതിൻ്റെ ഡിക്ഷണറി ഡീഫോൾട്ട് അവൈലബിൾ ആണ്. സോ ലാംഗ്വേജസിൻ്റെ അകത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് USA ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, റൈറ്റ്. അതിൻ്റെ ഡീഫോൾട്ട് ഡിക്ഷണറി അവൈലബിൾ ആണ് നമുക്ക്. സോ ആ ഡീഫോൾട്ട് ഡിക്ഷണറി വെച്ചിട്ടാണ് നമുക്ക് ഈ സജഷൻസ് ഒക്കെ കാണിക്കുന്നത്. ഇപ്പം
ഞാനിവിടെ എറേഴ്സ് നേരത്തെ ഉണ്ടാക്കിയല്ലോ, ബ്യൂട്ടിഫുള്ളി ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തേരം സ്പെൽ ഐ തിങ്ക് ഐ ഹാവ് നോട്ട് എനേബിൾ. ഓക്കെ, ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിംഗ് എനേബിൾഡ് ആണ്, എന്നിട്ടും എറർ കാണിക്കുന്നില്ല. ഐ തിങ്ക് ഐ ഹാവ് മെസ്ഡ് അപ്പ് വിത്ത് ദി സെറ്റിങ്സ്. നോക്കട്ടെ. ഓക്കെ, അത് ഞാൻ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും തുറന്നേരം അത് കറക്റ്റായിട്ട് വന്നു. എന്തോ ചെറിയ പ്രശ്നമായിരുന്നു, എന്താണെന്നറിയില്ല. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രാമർ മിസ്റ്റേക്സും കാണിക്കുന്നുണ്ട്. ഇത് ഗ്രാമർ മിസ്റ്റേക്ക് ആണല്ലേ. ബ്ലൂ വേവി അണ്ടർലൈൻ കാണിക്കുന്നത് ഗ്രാമർ മിസ്റ്റേക്കാണ്. ഈ റെഡ് വേവി അണ്ടർലൈൻ കാണിക്കുന്നത് സ്പെല്ലിംഗ് എറേഴ്സാണ്. സോ ഈ സജഷൻസ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഡിക്ഷണറിയിൽ നിന്നാണ് തരുന്നതെന്ന് പറഞ്ഞു. ഡിക്ഷണറിയിലുള്ള കറക്റ്റ് വേർഡ്സൊക്കെയാണ് ഇത് ആക്ച്വലി. ഇതിൻ്റെ അകത്ത് ഏതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. സോ ഞാനത് സെലക്ട് ചെയ്തു. അങ്ങനെ സ്പെല്ലിംഗ് കറക്ഷൻസ് നമുക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ സ്പെൽ ചെക്കിങ് ഓൺ ചെയ്തതാണെങ്കിൽ. നിങ്ങൾക്കാണ് ഈ KV, എൻ്റെ ഇനീഷ്യൽസ് ആണ് ഈ KV എന്ന് പറയുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കറക്റ്റാണ് KV. ഇതിൽ സ്പെല്ലിംഗ് എറർ ഇല്ല. പക്ഷേ ഡിക്ഷണറിയിൽ ഇങ്ങനെ ഒരു KV എന്ന് പറയുന്നത് എൻ്റെ ഇനീഷ്യലാണല്ലോ, അത് ഡിക്ഷണറിയിലില്ല. സിമിലർലി എൻ്റെ പേരും ഞാൻ കൊടുത്തോക്കട്ടെ, അതും ചിലപ്പോൾ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. റൈറ്റ്, ഡിക്ഷണറിയിലില്ല സന്ധ്യ, അത് സ്പെല്ലിംഗ് എറർ ആയിട്ട് കാണിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സ്പെല്ലിംഗ് എറർ അല്ല. അതെനിക്ക് സ്പെല്ലിംഗ് എറർ അല്ല, അത് എൻ്റെ ഡിക്ഷണറിയിൽ എനിക്കൊരു യൂസർ ഡിഫൈൻഡ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇനി ഞാൻ സന്ധ്യ ടൈപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ KV ടൈപ്പ് ചെയ്യുമ്പോൾ അത് എററായിട്ട് കാണിക്കില്ല. ഓക്കെ, സോ ആ രീതിയിൽ. സോ അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടിക്കൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഡിക്ഷണറി കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഡിക്ഷണറിയിലോട്ട് വന്നോളും. അതേപോലെ തന്നെ ഇതും ആഡ് ടു ഡിക്ഷണറി കൊടുക്കാം, ഡിക്ഷണറിയിലോട്ട് വന്നോളും. ഓക്കെ, ഇനി ഞാൻ സന്ധ്യ ടൈപ്പ് ചെയ്താൽ അത് എററായിട്ട് കാണിക്കില്ല. ഓക്കെ, സോ നിങ്ങളിങ്ങനെ റെഗുലർലി യൂസ് ചെയ്യുന്ന വേർഡ്സ്, പക്ഷേ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ്സ്, അത് നിങ്ങളെ ഡോക്യുമെൻ്റ് അകത്ത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദി ഡിക്ഷണറി. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സന്ധ്യയും KVയും ഞാൻ ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. അതിവിടെ ഡിക്ഷണറിയിൽ ഇവിടെ ഒരു കസ്റ്റം യൂസർ ഡിഫൈൻഡ് ഡിക്ഷണറീസ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ. ഇതിൻ്റെ അകത്ത് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ഷണറി ഡീഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. അത് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ 2 വേർഡ്സും. ഓക്കെ, കാണാം സന്ധ്യയും KVയും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി തൊട്ട് ഞാൻ സന്ധ്യയും KVയും കൊടുത്താൽ അത് സ്പെല്ലിംഗ് എററായിട്ട് കാണിക്കില്ല. ഓക്കെ, അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ ഷോ യു അനദർ വൺ. ഇപ്പം കവിത എന്ന് കൊടുക്കുകയാണ്. സോ ഇത് കവിത എന്ന് കൊടുത്തിട്ട് അതും സ്പെല്ലിംഗ് എററാണ്. ബിക്കോസ് കവിത എന്ന് പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അത് സ്പെല്ലിംഗ് എറർ അല്ല. കവിതേൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. പക്ഷേ ഡിക്ഷണറിയിൽ അതില്ല. അതുകൊണ്ട് ഡിക്ഷണറി പറയുന്നത് സ്പെല്ലിംഗ് എററാണെന്നാണ്. ഡിക്ഷണറി ഇല്ലാത്ത വേർഡ്സൊക്കെ സ്പെല്ലിംഗ് എറേഴ്സാണ്. പക്ഷേ ഞാനത് ഡിക്ഷണറിയിലോട്ട് എനിക്ക് ആഡ് ചെയ്യാം. കവിത ഞാൻ ആഡ് ടു ഡിക്ഷണറി കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പം അത് ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഞാൻ വീണ്ടും പോയിട്ട് ടൂൾസ് പോയിട്ട് ഓപ്ഷൻസിൽ ഞാൻ റൈറ്റിംഗ് എയ്ഡ്സിൽ ഈ സ്റ്റാൻഡേർഡ് ഓൾ എന്ന് പറയുന്ന ആ യൂസർ ഡിഫൈൻഡ് ഡിക്ഷണറിയിൽ പോയിട്ട് നോക്കിയാൽ, ഇത് യൂസർ ഡിഫൈൻഡ് ഡിക്ഷണറീസ് ആണ് കേട്ടോ. അതിൽ പോയിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന്. എഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അറിയാം. കണ്ടോ, കവിത എന്ന് പറയുന്ന ആളെയും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. കവിത എന്ന് പറയുന്ന വേർഡിനെയും അതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്തു. ഇനി ഞാൻ കവിത എവിടെ ടൈപ്പ് ചെയ്താലും അത് സ്പെല്ലിംഗ് എററായിട്ട് കാണിക്കില്ല. ഓക്കെ, ഇത് ഈ ഡിക്ഷണറി അല്ലാതെ തന്നെ, യൂസർ ഡിഫൈൻഡ് ഡിക്ഷണറി അല്ലാതെ തന്നെ ലാംഗ്വേജ് ഏതാണോ നമ്മൾ പ്രിഫർ ചെയ്തത്, ഞാൻ ഇംഗ്ലീഷ് USA ആണ് ഇവിടെ പ്രിഫർ ചെയ്തത്. സോ ആ ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിക്ഷണറി ഡീഫോൾട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതാണ് മറ്റ് വേർഡ്സിനൊക്കെ അതാണ് ഇപ്പം കവിതയൊക്കെ എററായിട്ട് കാണിച്ചത്. അതുകൊണ്ടാണ് ആ ഡിക്ഷണറിയിൽ അതില്ല. പക്ഷേ എൻ്റെ യൂസർ ഡിഫൈൻഡ് ഡിക്ഷണറിയിലോട്ട് അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഫൈൻ. So this is about correct dictionary, document dictionary.